Welcome to part 13 of Prelims PYQ series. Consider the following countries: United Arab Emirates, France, Germany, Singapore, Bangladesh. How many countries amongst the above are there other than India where international merchant payments are accepted under UPI? UPI അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന കൺട്രീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് സിംപ്ലി നമുക്ക് ഐഡന്റിഫൈ ചെയ്താൽ മതി. നമുക്കറിയാം, ലോജിക്കലി കണക്ട് ചെയ്താൽ നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് രണ്ട് ഓപ്ഷൻ ഇതിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒന്ന് UAE, ഒന്ന് ഇന്ത്യൻ ഡയസ്പോറ അത്രത്തോളം എക്സ്പാൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ അത്രത്തോളം ഡയസ്പോറയുടെ ഷെയർ ഉള്ള ഒരു കൺട്രിയാണ് UAE. ക്ലോസ് കൊളാബറേഷൻ ഉള്ളതും നമുക്ക് ട്രേഡ് ഡീൽസും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എക്കണോമിയും UAEൻ്റെ എക്കണോമിയും തമ്മിലൊരു കൊളാബറേഷൻ നന്നായിട്ട് എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ലോജിക്കലി കണക്ട് ചെയ്യാം, അവിടെ എക്സിസ്റ്റ് ചെയ്യപ്പെടാം. പിന്നുള്ളതാണ് സിംഗപ്പൂർ. സിംഗപ്പൂരുമായിട്ട് നമുക്ക് പലപ്പോഴും ട്രേഡ് റിലേഷൻസ് അല്ലെങ്കിൽ എക്കണോമിക് റിലേഷൻസ് ഭയങ്കര ഹൈ ആയിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് പലപ്പോഴും കണ്ടുവരുന്നതാണ് UPI അഡോപ്ഷൻ്റെ കേസിൽ ഇനീഷ്യൽ ടൈമിൽ തന്നെ സിംഗപ്പൂർ ചെയ്തതായിട്ട്. അപ്പം സിംഗപ്പൂരും UAEയും നമുക്ക് ഒബ്വിയസ് ആയിട്ട് കൊണ്ടുവരാം. പിന്നെ അത്രത്തോളം എക്കണോമിക്കൽ കോപ്പറേഷൻസ് കുറവുള്ള ഒരു കൺട്രിയാണ് ജർമ്മനി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയസ്പോറയുടെ കേസിലാണെങ്കിലും നമുക്ക് അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ല. അപ്പം ആ രീതിയിൽ കൺസിഡർ ചെയ്യുമ്പം എലിമിനേറ്റ് ചെയ്യപ്പെടാം. കംപ്ലീറ്റ്ലി ഇങ്ങനെ ചെയ്യാം, ഇത് ശരിയാവണമെന്ന് നിർബന്ധമില്ല ഈ ഒരു ലോജിക്ക്. പക്ഷേ ഇത്തരത്തിൽ ഹൈലി ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ ഒള്ളി ടൈപ്പ് വരുമ്പോഴത്തേക്കും തെറ്റാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചാൻസ് എടുക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലോജിക്കാണിത്. പിന്നെ ഉള്ളത്, നമുക്ക് സ്പെസിഫിക്കലി വരുവാണെന്നുണ്ടെങ്കിൽ ബാക്കി ഫാക്ച്വലി നോക്കുമ്പം ഫ്രാൻസ് എന്നുള്ളത് ഒരു ഓപ്ഷൻ റൈറ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ബംഗ്ലാദേശുമായിട്ട് നമുക്കില്ല. അപ്പം 1, 2, 4 അതായത് only 3 ആണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരിക.